മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും നടൻ കലാഭവൻ മണിയെ മറക്കാൻ സാധിക്കില്ല. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികത്തിൽ സംവിധായകൻ വിനയൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കലാഭവൻ മണിക്ക് നേരെയുണ്ടായ ചില വിവേചനങ്ങളെ എതിർത്തുകൊണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും തനിക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സിനിമയിലെ പ്രബല ശക്തികളുടെ സമ്മർദ്ദത്താൽ തന്റെ മുന്നിൽ വന്നുപെടാതെ ഓടിമാറുന്ന മണിയെയും താൻ അന്ന് കണ്ടിട്ടുണ്ടെന്നും വിനയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. താൻ വിളക്ക് കൊളുത്തി എന്ന ഒറ്റ കാരണത്താൽ കലാഭവൻ മണിയെ നായകനാക്കി സലീം ബാബ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ പേരുവരെ ഫെഫ്ക ഇടപെട്ട് മാറ്റി എന്ന് മാത്രമല്ല വീണ്ടും പൂജ നടത്തിച്ചുവെന്നും വിനയൻ കുറിക്കുന്നുണ്ട്. താൻ സംവിധാനം ചെയ്ത ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ വർഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ വിവരദോഷികളായ ചില സംവിധായകരും നടന്മാരും ചേർന്ന് മലയാള സിനിമയിൽ അന്നു കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും വിളിച്ചു പറയാൻ സാധിച്ചുവെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. താൻ വിളക്ക് കൊളുത്തിയ സിനിമയുടെ പേര് പോലും മാറ്റി വേറെ പൂജ നടത്തിയെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ മഹാന്മാരെ ഓർത്തു ചിരിച്ചു. പക്ഷേ അപ്പോഴും മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ തോന്നി. ഈ വിളക്ക് കൊളുത്തിയ ശ്രീമാൻ ഞാൻ സംഘടനാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എന്റെ ജോയിന്റ് സെക്രട്ടറിയായി വിനയൻ ചേട്ട എന്ന് വിളിച്ചു നടന്നിരുന്ന ആളാണ്. ഇത്രയ്ക്ക് പക മനുഷ്യനുണ്ടാകുമോ എന്നും വിനയൻ ചോദിക്കുന്നു. പലർക്കും കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത്രയും വൃത്തികെട്ട ഫാസിസ്റ്റ് രീതികൾ സിനിമയിൽ നടപ്പാക്കിയവരാണ് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ കയറാനും അവാർഡ് കമ്മിറ്റിയിൽ കയറാനുമൊക്കെ ഇന്നും കോട്ടും തയ്പ്പിച്ചു നടക്കുന്നത്. തൊഴിൽ വിലക്കെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും ശിക്ഷ വിധിച്ച് ഫൈനടച്ച മാന്യന്മാരെക്കുറിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പിനാണെങ്കിൽ നല്ല അഭിപ്രായമാണെന്നും വിനയൻ വിമർശിക്കുന്നുണ്ട്. സിനിമയിലെ നന്മമരങ്ങളുടെ തനിനിറം ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലൂടെ തുറന്നു കാണിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. ആ ഞെട്ടലിന്റെ വൈരാഗ്യത്തിൽ ഇന്നും അവരുടെ ആളുകൾ ആ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ടെലിവിഷനിൽ വന്നപ്പോൾ സിനിമയ്ക്ക് മികച്ച രീതിയിൽ പ്രേക്ഷക പ്രതികരണം കിട്ടിയെന്നും വിനയൻ വ്യക്തമാക്കുന്നു. മലയാള സിനിമയിൽ മറ്റാർക്കും കിട്ടാത്ത നിത്യസ്മരണാഞ്ജലിയായി മണിയുടെ കഥ പറഞ്ഞുകൊണ്ട് അങ്ങനൊരു ചിത്രം എടുക്കാൻ കഴിഞ്ഞതിലും അതിലൂടെ പലർക്കും പൊള്ളുന്ന സിനിമയിലെ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിഞ്ഞതിലും തനിക്ക് അഭിമാനമുണ്ടെന്നും വിനയൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.